സ്പിരിറ്റ് വേണം. എത്രയാകും? ചോദ്യം കേട്ടാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് മുഖം ഉയർത്തിയത് രാജൻ. നാട്ടുകാരനാണ്. വല്ലപ്പോഴും കാണുമ്പോഴുള്ള പുഞ്ചിരിയോ എങ്ങോട്ടാണെന്നുള്ള പതിവ് കുശലാന്വേഷണമോ അല്ലാതെ അടുത്ത കൂട്ടുകാരനൊന്നുമല്ല. ഇടയ്ക്കെപ്പോഴോ വാറ്റ് കേസിൽ രാജനെ എക്സൈസ് പിടിച്ച വാർത്ത കേട്ടിരുന്നതിനാൽ ഒന്ന് സംശയ കണ്ണോടെയാണ് രാജനെ നോക്കിയത്. അതൊന്നും ശ്രദ്ധിക്കാതെ പോക്കറ്റിലുണ്ടായിരുന്ന 100ന്റെയും 10ന്റെയും നോട്ടുകൾ എന്ന തിരക്കിലായിരുന്നു രാജൻ. പഞ്ഞിയും കൂടെ എടുത്താൽ എത്രയാകും? രാജന്റെ അടുത്ത ചോദ്യം. എന്തുപറ്റി? ആരെങ്കിലും മരിച്ചോ? ഇൻസുലിനോ മറ്റോ ഇഞ്ചക്ഷൻ ചെയ്യാനും ഡെഡ് ബോഡി തുടയ്ക്കുവാനുമാണ് സാധാരണ മെഡിക്കൽ സ്പിരിറ്റ് വാങ്ങുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് രാജനെ നോക്കി ചോദിച്ചു. അച്ഛൻ മരിച്ചു. നിസ്സംഗഭാവത്തോടെ മറുപടി പറയുമ്പോഴും രാജൻ കയ്യിലുള്ള നോട്ടുകൾ എണ്ണുകയായിരുന്നു. ശങ്കരേട്ടൻ മരിച്ചോ? എപ്പോൾ? എങ്ങനെ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹത്തോട് ആദരവ് കാണിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ചോദിച്ചതാണ്. ശങ്കരേട്ടൻ? അങ്ങനെ ആരും വിളിച്ചതായി ഓർമ്മയിലില്ല. കള്ളൻ ശങ്കർ അങ്ങനെയേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നേരിൽ കാണുമ്പോഴല്ലേ ശങ്കരൻ എന്നോ ഏട്ടനെന്നോ ചേട്ടാ എന്നോ വിളിക്കേണ്ട ആവശ്യം വരും. അതിനുള്ള സാഹചര്യം വരാറില്ല. ശങ്കരേട്ടന് ദൂരെ എവിടെയോ തോട്ടത്തിലാണ് ജോലി. മാസത്തിൽ 1 വരും. 2-3 ദിവസങ്ങൾ നിന്നിട്ട് മടങ്ങും. പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീട്ടിൽ ശങ്കരേട്ടന്റെ ഭാര്യ ലളിതേച്ചിയും രാജനുമാണുള്ളത്. വാദത്തിന്റെ അസുഖമുള്ള ലളിതേച്ചി പണിക്കൊന്നും പോകാറില്ല. മഴക്കാലമാകുമ്പോൾ ആസ്മയും കൂടും. അതേത് ആ കുട്ടി? കള്ളൻ ശങ്കരന്റെ മോള? ഓ, അവൾ ഇത്ര മിടുക്കിയായോ? എന്താണേലും കള്ളൻ ശങ്കരന്റെ മോളല്ലേ, ആ സ്വഭാവം കിട്ടാതിരിക്കുമോ? 10 ഗുണം 10 ഗുണമെന്നല്ലേ പഴമക്കാർ പറയുന്നത്? അതെ, മഠത്തിൽ എന്തോ മോഷ്ടിച്ചപ്പോൾ അവർ പറഞ്ഞു വിട്ടതാണെന്നാ കേട്ടത്. കള്ളൻ ശങ്കരന്റെ മോൾ ദൂരെ എവിടെയോ കോൺവെന്റിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്നപ്പോൾ കവലയിലെ ജോസേട്ടന്റെ ചായക്കടയിൽ ഇരുന്ന് 60-ന് മുകളിൽ പ്രായമുള്ള പുത്തൻ തലമുറക്കാർ പറഞ്ഞ റേഡിയോ സദസ്സ് കേട്ടതാണ്. ശങ്കരൻ എങ്ങനെ കള്ളനായി എന്നറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ കള്ളൻ ശങ്കരൻ എന്ന വിളിയാണ് കേൾക്കുന്നത്. എന്നാൽ തന്റെ ഓർമ്മയിൽ ശങ്കരനെ ആരും മോഷ്ടിച്ചു പിടിച്ചതായോ പോലീസ് കേസിൽ അകത്തായതായോ ഓർക്കുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ എന്തെങ്കിലും കളവ് പോയാൽ ശങ്കരന്റെ വീട്ടിലായിരുന്നു പോലീസ് ആദ്യം അന്വേഷിക്കുക. അതുകൊണ്ട് തന്നെയാവും കാർത്തിയായന ചേച്ചി മകളെ കോൺവെന്റിൽ അയച്ച് പഠിപ്പിച്ചത്. രാജനും രാജശ്രീയും 2 മക്കളാണ് അവർക്ക്. രാജൻ മെലിഞ്ഞ് കൊലുന്നനെ പൊക്കമുള്ളയാൾ. കിട്ടുന്ന പണിക്കൊക്കെ പോകുമായിരുന്നു. കുറച്ചുനാളായി നാട്ടിലാരും പണിക്ക് വിളിക്കുന്നില്ലാത്തതിനാൽ ദൂരെ എവിടെയോ സെക്യൂരിറ്റിയായി ജോലി നോക്കിയിരുന്നു. അതും പോയി ഇപ്പോൾ നാട്ടിലുണ്ട്. അതിനൊരു കാരണമുണ്ട്. പോലീസ് ഒരു നാൾ രാജനെ അന്വേഷിച്ച് വീട്ടിലെത്തിയിരുന്നു. ജോസേട്ടന്റെ ചായപ്പേടികയിൽ കൂടിയ ഗ്രാമീണ റേഡിയോയിൽ നിന്നാണ് അത് എന്തിനാണെന്നുള്ള വിവരവും അറിഞ്ഞത്. രാജൻ സെക്യൂരിറ്റിയായി ജോലി നോക്കിയിരുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഒളിക്യാമറ പിടിച്ചത്രേ. രാജനെ അറിയാവുന്ന ഈ നാട്ടുകാരി ഒരു നേഴ്സ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പണ്ടൊരു നാൾ രാജന്റെ അയൽവക്കത്തുള്ള സ്ത്രീയുടെ അടിവസ്ത്രം മോഷണം പോകുന്നത് പതിവായിരുന്നു. പുറകിലെ മറപ്പുരയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ എത്തി നോക്കിയെന്ന് പറഞ്ഞ ആ സ്ത്രീ ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി പിടിച്ചത് ഈ രാജനെയാണ്. ആ വിവരമെല്ലാം അറിയാവുന്ന ഇന്നാട്ടുകാരി നേഴ്സ് രാജന്റെ മേലെ സംശയം പറഞ്ഞപ്പോൾ പോലീസ് ഹോസ്പിറ്റലിലും ഇന്നാട്ടിലും വന്ന് അന്വേഷിച്ചതാണ്. അക്കാര്യത്തിൽ എനിക്ക് രാജന്റെ നിരപരാധിത്വം വളരെ വ്യക്തമാണ്. കയ്യിലുള്ള നോക്കിയ മൊബൈലിൽ എന്തിൻ്റെയോ വെരിഫിക്കേഷൻ കോഡ് വന്നപ്പോൾ അതിനെപ്പറ്റി അറിയാൻ സമീപിച്ചത് എന്നെയാണ്. മാത്രമല്ല, ജോലി ചെയ്ത ശമ്പളം അക്കൗണ്ടിൽ വരുമ്പോൾ അതെടുക്കാൻ ATMൽ സഹായത്തിന് വിളിച്ചിരുന്നതും എന്നെയാണ്. കള്ളൻ അല്ലെങ്കിലും കള്ളന്റെ മകനായതിനാൽ കള്ളൻ രാജൻ എന്ന വിളിപ്പേര് പതിഞ്ഞു കിട്ടിയപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ രാജൻ ഒളിക്യാമറ വെച്ചുവെന്നൊക്കെ പറഞ്ഞാൽ ജോസേട്ടന്റെ കടയിലെ ഗ്രാമീണ റേഡിയോക്കാർ മാത്രമേ വിശ്വസിക്കൂ. ആ സംഭവത്തിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് സമീപത്തൊരു കല്യാണത്തലേന്ന് രാജനെ അടിച്ചു ഫിറ്റായി കണ്ടിരുന്നു. എന്റെയും വയറ്റിൽ കിടക്കുന്ന കള്ളിന്റെ ബലത്തിലാവാം, നല്ല ബന്ധത്തിലല്ലെങ്കിൽ രാജനോട് ഞാൻ എൻ്റെ ചോദ്യങ്ങൾ തൊടുത്തത്. നീ എന്തിനാ രാജ വെറുതെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോയത്? അന്നത്തെ കുളിമുറിയിലെ എത്തിനോട്ടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റീഫൻ എത്ര വയസ്സായി? മക്കൾ എത്രയിലാ പഠിക്കുന്നേ? രാജന്റെ മറുചോദ്യം എന്നെ ദേഷ്യം പിടിപ്പിച്ചുവെങ്കിലും ഞാൻ മറുപടി പറഞ്ഞു. അന്നത്തെ ആ വാർത്ത പരന്നതിന് ശേഷം മറ്റുള്ളവർ പ്രകടിപ്പിക്കും പോലെ തന്നെ എൻ്റെ മക്കളും ഭാര്യയുമെല്ലാം ബസ് സ്റ്റോപ്പിലും മറ്റും രാജനെ കാണുമ്പോൾ പോലെ കൺമുന്നിൽ നിന്ന് മാറുന്നത് പതിവായിരുന്നു. എന്നേക്കാൾ മൂത്തതാ സ്റ്റീഫ്. അവളുടെ കെട്ടിയവൻ മരിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതല്ലേ? 2 പിള്ളേരുമുണ്ട്. അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. അവളെ കാണാൻ ഞാൻ എല്ലായിടത്തും പോകുമായിരുന്നു. അന്ന് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് പോയത്. മറപ്പുരയിൽ ആ ചെറുക്കൻ്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയത്. അവൾ അവനെ കുളിപ്പിച്ചിട്ട് കുളിക്കാൻ ഒരുങ്ങുവാന്ന് ഞാൻ അറിഞ്ഞു. രാജന്റെ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നതിനാൽ മോഷണം പോകുന്ന അടിവസ്ത്രങ്ങളുടെ ഞാൻ ചോദിച്ചില്ല.
എന്നെ കാണാൻ കൊള്ളൂല, പഠിത്തവുമില്ല. എന്നാലും ഞാൻ അവളെയും മക്കളെയും എങ്ങനെയും പോറ്റിയനെ. കള്ളന്റെ മകന് ഇവിടല്ലേ പണി കിട്ടാത്തതുള്ളൂ. അന്യദേശത്ത് പോയാലും കഴിയാമല്ലോ. എനിക്കവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. രാജൻ അവര് വലിയ ഇഷ്ടമായിരുന്നിരിക്കാം. കൂലിപ്പണിക്കാർക്കും കള്ളനും വ്യഭിചാരിക്കുമെല്ലാം പ്രണയമെന്ന വികാരം നിഷിദ്ധമാണെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ലല്ലോ. ശങ്കരേട്ടന് 2 മക്കളെയും വലിയ കാര്യമായിരുന്നു. മക്കൾ മുതിർന്നിട്ടും ജോസേട്ടന്റെ ചായപ്പീടികയിൽ നിന്ന് എണ്ണപ്പലഹാരം വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് വീടിന്റെ അരമതിലിൽ വെച്ചിട്ട് അകത്തേക്ക് കയറും. ശങ്കരേട്ടനും മക്കളുമായി സംസാരിക്കുന്നത് കണ്ട ഓർമ്മ എനിക്കില്ല. ബാല്യത്തിൽ എങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹബന്ധമെന്നും എനിക്കറിയില്ല. പക്ഷേ രാജൻ കവലയിലും മറ്റും ശങ്കരേട്ടനെ കാണുമ്പോൾ പല്ലിറുമി വഴിമാറി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. രാജശ്രീ വർഷത്തിലൊന്നാണ് വീട്ടിലേക്ക് വരിക. പോത്തും പന്നിയും ഒക്കെയായി ശങ്കരേട്ടനും എത്തും. പണിസ്ഥലത്തു നിന്നും എല്ലാം ഭാര്യ ലളിതയെ ഏൽപ്പിച്ച ശേഷം കവലയ്ക്ക് പോകുന്ന ശങ്കരേട്ടൻ വീട്ടിൽ മടങ്ങിയെത്തുക മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാവും. തിണ്ണയിൽ ശങ്കരേട്ടനുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ടാവും. ഒരു കൂരയ്ക്ക് കീഴിൽ മക്കളെ അകലെ നിന്ന് കണ്ട് തൃപ്തിപ്പെട്ട് ശങ്കരേട്ടൻ പിറ്റേന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങും. പഠിക്കാൻ അത്ര മിടുക്കിയൊന്നും ആയിരുന്നില്ല രാജശ്രീ. അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ കോൺവെന്റിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. കള്ളൻ ശങ്കരന്റെ മകൾക്ക് പറ്റുന്ന കോഴ്സ് ഇന്നാട്ടിലില്ലാഞ്ഞിട്ടാണോ, കള്ളൻ ശങ്കരന്റെ മകളെന്നുള്ള വിളി കേൾക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ രാജശ്രീ പിന്നീട് പഠിക്കാനൊന്നും പോയില്ല. അടുത്തുള്ള മഠത്തിൽ തയ്യൽ ക്ലാസ്സിന് വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ പോയി നിർത്തി. ഇരുനിറമാണെങ്കിലും മുഖശ്രീ കൊണ്ടും ആകാരഭംഗി കൊണ്ടും ആരാലും ശ്രദ്ധിക്കപ്പെടുന്ന രാജശ്രീയെ ഭയന്നാണോ, കള്ളന്റെ മകളായതുകൊണ്ടാണോ എന്തോ വീട്ടുപണിക്കോ ഒന്നും അവളെ ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചുനാൾ അകലെ എവിടെയോ തുണിമില്ലിൽ ജോലിക്ക് പോയതായി അറിഞ്ഞിരുന്നു. പിന്നെ അവിടെ നിന്ന് നിർത്തി കവലയ്ക്കടുത്ത് പഴയൊരു വീട് വാടകയ്ക്കെടുത്തു. അല്ലറ ചില്ലറ തയ്യലുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു രാജശ്രീ. കല്യാണം കഴിക്കാനോ ആലോചിക്കാനോ അല്ല, കള്ളന്റെ മകളെന്ന പേര് ബുദ്ധിമുട്ടാകുന്നത് മറ്റൊന്നിനുമാകില്ലല്ലോ എന്ന ചിന്തയിലാകാം നാട്ടിലെ വായുനോക്കികൾ രാജശ്രീയുടെ തയ്യൽക്കടയുടെ മുന്നിൽ വട്ടമിട്ട് പറക്കാറുണ്ട്. അവരെയൊക്കെ മൈൻഡ് ചെയ്യാതെ രാജശ്രീക്കും ഒരിക്കൽ ഒരു അക്കിടി പറ്റി. നാട്ടിൽ പുതുതായി താമസത്തിന് വന്ന പോലീസുകാരനുമായി ചെറിയൊരു പ്രേമബന്ധം. അത് പാട്ടായത് പോലീസുകാരന്റെ ഭാര്യ തയ്യൽക്കടയിൽ വന്ന് ബഹളമുണ്ടാക്കിയപ്പോഴാണ്. അവർ പറഞ്ഞ അസഭ്യമെല്ലാം കേട്ടിരുന്ന രാജശ്രീ അവസാനം ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ മാത്രം പറഞ്ഞു. ജോസേട്ടന്റെ ചായപീടികയിലെ റേഡിയോ സദസ്സിനെ ഒരാഴ്ചത്തേക്ക് സജീവമാക്കിയ സംഭവം ഭാര്യയുടെ കൂടെ കിടക്കുന്ന പോലീസുകാരനല്ലായിരുന്നു. കുറ്റം മുഴുവൻ ഇതുവരെ പ്രണയിച്ചിട്ടില്ലാത്ത അച്ഛന്റെ സൽപ്പേരിനാൽ കല്യാണം കഴിക്കാത്ത രാജശ്രീക്കായിരുന്നു. കള്ളൻ ശങ്കരന്റെ മരിച്ചു കഴിഞ്ഞാൽ ബഹുമാനിക്കണം. ശങ്കരേട്ടന്റെ സംസ്കാരത്തിന് പോകണമെന്ന് തോന്നിയതിനാൽ രാജന്റെ വീട്ടിലേക്ക് ചെന്നു. മരണവീട്ടിലെ ആളും ബഹളവും ഒന്നുമില്ല. സ്ഥിരം മരണവീട് സന്ദർശിക്കുന്ന നാട്ടിലെ കുറച്ചുപേർ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മരണവീടാണെന്നറിയിക്കാൻ നീല ടാർപോളിൻ കെട്ടിയിട്ടുണ്ട്. വീടിന്റെ തിണ്ണയിൽ പതിഞ്ഞ ശബ്ദത്തിൽ രാജശ്രീ രാമായണം വാദിക്കുന്നു. ശങ്കരേട്ടന്റെ ഭാര്യ ലളിതേച്ചി ഭിത്തിയിൽ കൂഞ്ഞിക്കൂടിയിരിക്കുന്നുണ്ട്. 1-2 സ്ത്രീകളുടെ തലവട്ടം ഉള്ളിൽ നിന്ന് നീണ്ടു. പോകുവാണോ, ഇപ്പോൾ കർമ്മി എത്തും. ശങ്കരേട്ടന്റെ ബോഡിക്ക് മുന്നിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് രാജന്റെ സംസാരം വീടിന്റെ സൈഡിൽ നിന്നും കേട്ടത്. ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവിടേക്ക് ചെന്നു. ഇന്ന് 3-4 അടുക്കുണ്ട്. അതാ കർമ്മി താമസിക്കുന്നേ. നിങ്ങളത് തടിച്ചേച്ചും ഇരിക്കെ, ഇനിയുമുണ്ട്. തീരുമ്പോൾ പറഞ്ഞാൽ മതി. രാജൻ സ്ഥിരം മരണവീട് സന്ദർശകർക്ക് 1/2 ലിറ്റർ എടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നു. ആരുമില്ലാത്തത് കൊണ്ടാകും ഉള്ള ആളുകളെ പിടിച്ചിരുത്താൻ രാജൻ കുപ്പി പൊട്ടിച്ചു കൊടുക്കുന്നത്. അതോ ഇനി മരണവീട് സ്ഥിരം സന്ദർശകർ ഇങ്ങനെയുള്ള കലാപരിപാടികൾ പ്രതീക്ഷിച്ചാകുമോ വരുന്നത് തന്നെ? കർമ്മി വന്ന് ബോഡി പൊതുശ്മശാനത്തിലേക്ക് എടുക്കാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് രാജന്റെ കയ്യിലേക്ക് ഏതാനും നോട്ടുകൾ വെച്ച് കൊടുക്കുമ്പോൾ രാജന്റെ മുഖത്ത് ആശ്ചര്യവും ഒപ്പം സന്തോഷവും. പൈസ വാങ്ങാൻ കൂട്ടാക്കാതെ രാജന്റെ പോക്കറ്റിലേക്ക് പൈസ ഇട്ട് കൊടുത്തു നടന്നു. പിറ്റേന്ന് രാവിലെ കട തുറക്കുമ്പോൾ രാജൻ കടയുടെ മുന്നിൽ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. പതിവ് പോലെ ATM-ൽ നിന്ന് പൈസ എടുക്കാനോ മറ്റോ ആകും. അടിച്ചുവാരി തൂത്ത് വൃത്തിയാക്കി കസേരയിൽ ഇരിക്കും മുന്നേ രാജനെ നോക്കി. പൈസ എടുക്കാനാണോ രാജ? സ്റ്റീഫൻ, എനിക്കൊരു ഉപകാരം ചെയ്യണം. രാജൻ അടുത്തേക്ക് വന്നു. പണത്തിനാണെങ്കിൽ ഇല്ല, ഉണ്ടായിട്ടല്ല ഇന്നലെ കൊടുത്തതും. സ്പിരിറ്റ് വാങ്ങി പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയ രാജൻ പൊതു ശ്മശാനത്തിലെ ചിലവ് എത്രയാണെന്ന് ചിലരോട് ചോദിക്കുന്നതും പോക്കറ്റിൽ എത്രയുണ്ടെന്ന് എണ്ണി ഉറപ്പിക്കുന്നതും കണ്ടിരുന്നു. എന്താ രാജ? പത്രത്തിലൊരു പരസ്യം കൊടുക്കാൻ സഹായിക്കണം. പൈസ ഞാൻ തന്നോളാം. രാജൻ തലേന്ന് ഞാൻ കൊടുത്ത അതേ നോട്ടുകൾ എടുത്തെൻ്റെ മുൻപിൽ വെച്ചു. ഇപ്പോഴെല്ലാം ഓൺലൈനാണല്ലോ. ഇവിടെയാണെങ്കിൽ പത്രം ഓഫീസുമില്ല. അച്ഛൻ മരിച്ചതിൻ്റെ വാർത്ത കൊടുക്കാനാവും രാജൻ വന്നത്. ഞാൻ പ്രമുഖ പത്രത്തിൻ്റെ അഡ്വർടൈസറുടെ പേജ് എടുത്തു. പേര് രാജശ്രീ, വയസ്സ് 37, നിറം കറുപ്പ്, പറ്റിയ വരനെ തേടുന്നു. ജാതി മതം പ്രശ്നമല്ല, ബാധ്യതയുള്ളവരെയും പരിഗണിക്കും. നാളും കൂടി വെച്ചു. മകം, നക്ഷത്രം, ശുദ്ധജാതകം. ഒറ്റ ശാസ്ത്രത്തിൽ രാജൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ എന്തു പറയണമെന്നറിയാതെ
അച്ഛൻ മരിച്ചതിനാൽ കള്ളന്റെ മകൾ എന്ന പേര് കേൾക്കില്ലെന്നുള്ള ചിന്തയിലാകും രാജൻ അച്ഛന്റെ ചിതയൊടുങ്ങും മുൻപേ തന്നെ പരസ്യം കൊടുക്കാനായി വന്നത്. അമ്മായിയപ്പനായി കള്ളൻ ശങ്കരൻ കല്യാണ മണ്ഡപത്തിലും വീട്ടിലും കൂടെ നിൽക്കുമല്ലോ. രാജന് കല്യാണം വേണ്ടേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവന്റെ അപ്പോഴത്തെ മുഖഭാവവും പെരുമാറ്റവുമെല്ലാം തികഞ്ഞ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയതിനാൽ പിന്നീട് ഒരിക്കലാവട്ടെ എന്ന് കരുതി. എന്നാൽ അതിനൊരിക്കലും സാധിച്ചില്ല. പരസ്യം കണ്ടുവന്ന ആലോചനകൾ രാജന്റെ സൽപ്പേരിനാൽ മുടങ്ങിയപ്പോൾ രാജൻ നാടുവിട്ടു. പ്ലാവിൻ ചുവട്ടിൽ ഭവാനിപ്പുഴയിലൂടെ ഒഴുകി വന്ന അജ്ഞാത മൃതദേഹം അടിഞ്ഞപ്പോൾ ജോസേട്ടന്റെ ചായപീടികയിലെ റേഡിയോ സദസ്സ് അത് രാജന്റെ ബോഡിയാണെന്നും അല്ലെന്നുമുള്ള ചർച്ചയിൽ കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.